സങ്കീർത്തനം 25:4 മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മെതിക്കുന്ന കാളയുടെ വായ കെട്ടരുത്. എൻ്റെ അർത്ഥം എന്താണ്? ആ മെതിച്ച് വീഴുന്ന കതിര് ധാന്യമണികളിൽ നിന്നാണ് കാള ആഹാരം കണ്ടെത്തേണ്ടത്. അതിനെ അനുവദിക്കണം. അത് അതിൻ്റെ അവകാശമാണ്. എന്താ അച്ഛൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിലെ ഒരു സഭാശ്രേഷ്ഠ പ്രാർത്ഥനാപരമായ ഒരു കാര്യത്തിനായി ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനൊരവസരം ഉണ്ടായി. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, എനിക്ക് 16:26 മെസ്സേജ് വന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 16:26 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? അപ്പം എനിക്ക് ഈ വിഷയത്തിൽ ഈ വചനം വന്നോടുകൂടി നമ്മളിത് വേറെ ചില കോണ്ടസ്റ്റിൽ വരുന്ന വചനങ്ങളാണ്. മഹാലോകായികമായ ജീവിത വ്യഗ്രതകളിൽ സ്വന്തം അധികാരം, സ്വന്തം സ്ഥാനം, സ്വന്തം സമ്പത്ത്, സ്വന്തം സൗന്ദര്യം, സ്വന്തം സ്വാധീനം, സ്വന്തം കസേര, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉറപ്പിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ആത്മാവിനെ നഷ്ടപ്പെടുന്നവർക്ക് വരുന്ന വചനങ്ങളാണ്. പക്ഷേ ഇവിടെ ഈ വചനം വന്നിരിക്കുന്ന വേറൊരു കോണ്ടസ്റ്റാണ്. കാര്യം അതിൻ്റെ കൂടെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ സഭാശ്രേഷ്ഠയോട് പറഞ്ഞു, അതിൻ്റെ കൂടെ വന്ന വചനമാണ് ഈ നിയമാവർത്തനം 25:4. അതായത് മെതിക്കുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുത്. അപ്പോൾ ഇത് തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്ഷനാണ് ഈ വചനങ്ങൾ തമ്മിൽ. നമ്മളെപ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം, വെറുതെ വചനം എടുത്ത് വായിക്കരുത്. ഭക്ഷണം പോലും വെറുതെ എടുത്ത് വായിലിടുന്ന ആൾക്കാരാണ് നമ്മൾ, പ്രാർത്ഥിക്കാതെ. അപ്പോൾ വചനം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥിക്കാതെ ഒരിക്കലും വചനത്തെ തൊടരുത്. കുറച്ചു നേരം ഇരുന്ന് വചനമാണ് വായിക്കാൻ പോകുന്നത്, ദൈവമാണ് എന്നോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് മൗനത്തിന് ശേഷമേ, പ്രാർത്ഥനയ്ക്ക് ശേഷമേ വചനം തുറക്കാവൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ വചനവും, ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു സിംഗിൾ മീഡിയമാണ്. ഈ മീഡിയത്തിലൂടെ ദൈവത്തിന് ഇൻട്രാക്ഷൻ. ഇപ്പോൾ ഒരു വചനത്തിലൂടെ വേണമെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരോടും അവരുടെ നിലവാരത്തിലും സാഹചര്യത്തിലും ദൈവത്തിൻ്റെ മനസ്സ് കൈമാറാൻ പറ്റും. അതാണ് മറ്റു വചനങ്ങളും. എല്ലാ വചനങ്ങളും വളരെ ഇതാണ്, ഈ മൂടിക്കെട്ടിയ വചനമാണ്. അതായത് നമ്മൾ ഈ മനുഷ്യൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനവും തമ്മിലുള്ള പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം വളരെ ഒപ്പേക്ക. അതായത് നമുക്ക് അതൊരു ബേസാണത്. എന്തിനോടും നമുക്ക് ചേർക്കാം, ആരോടും ചേർക്കാം. അപ്പോൾ അവരവരോട് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെട്ട് വരും. അത് ഭയങ്കര ട്രാൻസ്പെറൻ്റാണ് വചനം. അല്ലാതെ ഒപ്പേക്കല്ല, ട്രാൻസ്പെറൻ്റാണ് വചനം. അത് കാരണം നമുക്ക് അപ്പുറത്ത് ബ്ലോക്ക് ചെയ്യത്തില്ല വചനം. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് കിട്ടുന്ന വചനമായിരിക്കത്തില്ല, ആ വചനം തന്നെ നാളെ വേറെ അർത്ഥതലത്തിലായിരിക്കും ദൈവം നമ്മുടെ മനസ്സിനോട് ഇൻട്രാക്ട് ചെയ്യണത്. അതുകൊണ്ട് ഭയഭക്തിയോടും ബഹുമാനത്തോടും അതിനേക്കാൾ ഉപരി വചനം കേൾക്കാനുള്ള ഒരു എളിമയോടും പിന്നെ ഒരു പശ്ചാത്താപത്തോടും, അങ്ങനെ കുറേ അടിസ്ഥാന വികാരങ്ങൾ വചനം തൊടുമ്പോൾ നമുക്ക് വേണം.
ഇങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ ദൈവം സംസാരിക്കത്തില്ലെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇല്ല, ഒരു കുഴപ്പവുമില്ല, പക്ഷെ ദൈവം സംസാരിക്കത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും? ആരെങ്കിലും ഒമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ പല പല പാത്രത്തിൽ വിളമ്പും. അങ്ങനെയല്ല, ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് ഓരോ വ്യക്തികളോടും സംസാരിക്കാൻ. വ്യക്തികൾക്ക് വരുന്ന സംഭവം, ഇവർ പുസ്തകം വായിക്കണ പോലെ ഈ സാധാരണ പുസ്തകങ്ങൾ വായിക്കണില്ലേ, അതുപോലെ നമ്മൾ നമ്മുടെ പഠന പുസ്തകങ്ങൾ വായിക്കണ പോലെ നമ്മൾ വചനം വായിക്കും. അപ്പോഴെന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിവൈൻ ടച്ച്, ഡിവൈൻ സ്മെൽ, ഡിവൈൻ ടെൻസിബിലിറ്റി, ഒരു മാർദ്ദവത്വം, ഒരു ഇൻട്രാക്ഷൻ മൂടുണ്ട്. കാര്യം ചില വചനങ്ങൾ നാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം തുടിക്കുകയും കണ്ണ് നിറയുകയും ചെയ്യും. കാര്യം വചനത്തിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഏറ്റവും വലിയ സംഭവമാണ് ഈ ഹൃദയം തുടിപ്പെന്ന് പറയുന്നത്. തുടിക്കുക, അതായത് മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം കൊടുക്കുമ്പോൾ അവിടെ ഹൃദയം തുടിക്കും. വെറുതെ തുടിച്ച് അവിടെ ഇരിക്കുകയല്ല, അവർ എടുത്ത തീരുമാനം പുനഃപരിശോധിച്ചുകൊണ്ട് അവർ തിരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി പോകും. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഹൃദയം തുടിക്കാൻ മാത്രം എന്നിൽ ദൈവസ്നേഹം നിറക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, വചനം അങ്ങ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനും ഹംസമാക്കുവാനും ലോകത്തിന് കൈമാറുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ആലീസ് ജോസഫ് എന്നാണ്. ഞാൻ പാലായ്ക്കടുത്തുള്ള കൂടല്ലൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2021 നവംബർ 18 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ജോലി 4 വർഷത്തോളമായി ജോലിക്ക് ശ്രമിച്ചിട്ടും അവർക്ക് ജോലി കിട്ടാത്തതിനെ തുടർന്നായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തിട്ട് രണ്ടാമത്തെ പുതുക്കലായപ്പോഴത്തേക്കും എൻ്റെ മൂത്ത മകൾക്ക് കുവൈറ്റിൽ ജോലി കിട്ടി. ജോലിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ജോലിക്ക് ഇത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മാതാവിനോട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് അവിടെ നല്ലൊരു സ്കൂളിൽ ജോലി ശരിയായി. അമ്മ അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത വർഷം 2023 ആയപ്പോഴേക്കും ഇളയ മകൾക്കും അവിടെ ജോലി കിട്ടി. അവളവിടെ ജോലി ചെയ്ത് 4 മാസം ആയപ്പോഴേക്കും അവൾ ജോലി ചെയ്തിരുന്ന കമ്പനി അവിടുത്തെ ഗവൺമെൻറ് ബാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് അവളുടെ ജോലി നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ അവളുടെ ജോലിയെക്കുറിച്ച് വീണ്ടും നിയോഗം വെച്ച് അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് അവിടെ മിനിസ്ട്രിയിൽ തന്നെ ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പിന്നീട് ഞങ്ങൾ 9 വർഷമായി വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് പോകുവാനായിട്ട് 26 വർഷത്തോളമായി ഒരു നല്ലൊരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോക്കുകളും വരവുകളെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു അസുഖം വന്നാൽ തന്നെ നമുക്ക് ഒരു ആശുപത്രിയിൽ പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ വീടിനായിട്ട് നിയോഗം വെച്ചുകൊണ്ടിരുന്നു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ 9 വർഷത്തോളമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വാടക കൊടുത്ത പണം കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കൊരു വീട് വാങ്ങാമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു വീട് വാടകയ്ക്കാണെങ്കിലും താമസിച്ച് മാറുമ്പോൾ ആ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന എത്രമാത്രം ശ്രമിച്ചാലും പല സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ മിസ്സാകും. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച്, അമ്മേ നല്ലൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ മാർച്ച് മാസം 2025 മാർച്ച് മാസത്തിൽ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു വീട്, വഴി സൗകര്യത്തോടു കൂടിയ നല്ലൊരു 2 നില വീട് നൽകി അനുഗ്രഹിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു വീട് ഒരുപാട് നോക്കിയിട്ട് ഞങ്ങൾക്ക് വീട് കണ്ടെത്താൻ സാധിച്ചില്ല, വീട് അന്വേഷിച്ച് മടുത്തു, നമ്മൾ പറഞ്ഞ വിലയ്ക്കൊന്നും നമ്മൾക്ക് ഭവനം വാങ്ങുവാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വീട് കാണുവാൻ പോകുവാനായിട്ട് എനിക്ക് വേറെ ആരുമില്ല, നന്നായി നോക്കി കണ്ടു അന്വേഷിച്ച് വാങ്ങാനായിട്ട് ആരുമില്ല, അതുകൊണ്ട് അമ്മ തന്നെ പോയി ഞങ്ങൾക്ക് വീട് കണ്ടെത്തി തരണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ പോയി വീട് കണ്ടു. ഞങ്ങൾ ചെന്ന് കണ്ട വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അത് അമ്മ തന്ന വീടാണെന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിക്കാൻ കാരണം, ഞങ്ങളവിടെ ചെന്ന ആ വീടിൻ്റെ പെയിൻറ്റിങ് പോലും ഇവിടുത്തെ മെഴുകുതിരിയുടെ പച്ചയും നീലയും കലർന്ന നിറമായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചത് അമ്മ തന്നെ കണ്ടെത്തി തന്ന വീടാണെന്ന്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ, എനിക്കൊരിക്കലും എൻ്റെ യോഗ്യതയിൽ ഒരിക്കലും കിട്ടുന്ന ഒരു വീടല്ല അതൊന്നും. അമ്മയുടെ യോഗ്യതയാലും ഞങ്ങൾക്ക് തന്ന വീടിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം അമ്മയ്ക്ക് ഞങ്ങൾക്ക് മക്കൾക്ക് ജോലി ലഭിച്ചു അങ്ങനെ പറയാനേ അമ്മയ്ക്ക് അറിയുള്ളൂ. പക്ഷേ ആ ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ കടന്നുപോയ അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ പ്രാർത്ഥിച്ചു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുവൈറ്റിലേക്ക് വേണ്ടിയിട്ടാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പക്ഷേ കൊറോണ സമയമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങളുടെ ആ എൻ്റെ ജോലി പോയി 1 വർഷം നമ്മൾ ഒരുപാട് മാനസികമായിട്ടൊരു ഡിപ്രഷൻ, നിരാശ, എൻ്റെ ആ വേദനയൊക്കെ കണ്ടിട്ടാണ് അമ്മ നമുക്ക് ഉടമ്പടി എടുക്കാം, പ്രാർത്ഥിക്കാം എന്ന രീതിയിൽ അമ്മ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ സങ്കടം കണ്ടിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കൊറോണ ടൈമിൽ എല്ലാ വിസയും കുവൈറ്റ് നിർത്തിവെച്ചായിരുന്നു. കാരണം കുവൈറ്റിലേക്ക് ഞാൻ പോകാൻ കാര്യം, നമുക്ക് പരിചയമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, ആൻറ്റിയുണ്ട്, അങ്ങനെയാണ് കുവൈറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു വിസ മാത്രം കുവൈറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, അത് എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് പറ്റിയ ഫീൽഡൊന്നും അല്ല. എങ്കിലും ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇവിടെ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കുന്നതിലും നല്ലത് എനിക്ക് അവിടെ ചെല്ലാം, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലി കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പോകുന്നത്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം അമ്മമാർ, നമ്മൾ പുറത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ അമ്മമാർ നമുക്ക് പെട്ടി കെട്ടി എല്ലാ സാധനങ്ങളും ഒരുക്കി തരുമല്ലോ. എൻ്റെ അമ്മ എനിക്ക് ഒന്നും ഒരുക്കി തന്നില്ല. എൻ്റെ ഒരു തുവാല പോലും അമ്മ എനിക്ക് ഒരുക്കി തന്നില്ല. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. പക്ഷേ അമ്മ എനിക്ക് ഒരു കാര്യം തന്നു, മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും തൈലവും. ഈ 3 കാര്യങ്ങൾ മാത്രമേ അമ്മ എനിക്ക് ഒരുക്കി തന്നുള്ളൂ. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ഇത് കൈവച്ചു, നിൻ്റെ എല്ലാ തടസ്സവും മാറുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ പോയ വിസ വെച്ചിട്ട് എനിക്കൊരു ജോലിയും കിട്ടത്തില്ല. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ച് എനിക്കെന്താണോ, ഞാനൊരു ടീച്ചറാണ്, എനിക്കൊരു ടീച്ചിങ് പ്രൊഫഷനിൽ ഈ വിസ വെച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. 3 മാസം ഞാൻ ജോലി ചെയ്യാതെ അവിടെ ഇരുന്നു. എങ്കിലും എനിക്ക് അമ്മ എടുത്ത ഉടമ്പടിയിൽ അമ്മ വീട്ടിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയ്ക്കൊന്ന് തീരെ വയ്യാത്ത സമയമാണ്, എങ്കിലും അമ്മ ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഉപവാസം എടുക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, പക്ഷേ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. പക്ഷേ ചെല്ലുന്നിടത്തെല്ലാം ഓക്കെയാണ്, നിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ, നിൻ്റെ പെർഫോമൻസ് കൊള്ളാം, നമ്മൾ ജോലി തരാൻ തയ്യാറാണ്, പക്ഷേ നിൻ്റെ വിസയ്ക്ക് നമുക്ക് നിന്നെ ഇവിടെ ഹയർ ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറയുന്നത്. അങ്ങനെ 3-4 സ്കൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ആകെ വിഷമിച്ചു. എന്നാലും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്തിട്ട് ഞാൻ ഒച്ചത്തിൽ എൻ്റെ മുറിയിലിരുന്ന് ഒച്ചത്തിൽ ചൊല്ലുമായിരുന്നു. ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ, ഞാൻ എൻ്റെ അമ്മ ഉപവാസം എടുക്കുന്ന പോലെയോ അല്ലെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, എങ്കിലും എനിക്ക് എൻ്റെ ചെവിയിൽ ഇത് മുഴങ്ങുന്ന പോലെ ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു സ്കൂൾ വന്നു. സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഇടത് കയ്യിൽ മുറുക്ക ഞാൻ പിടിച്ചു. എൻ്റെ ഇൻ്റർവ്യൂ മുഴുവൻ എന്നെക്കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിച്ചു. ഇതിലെല്ലാം ഞാൻ എൻ്റെ ഒരു കയ്യിൽ മാർക്കറും എൻ്റെ ഇടത് കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോന ഓക്കെയാണ്, നിൻ്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, ഞാൻ നിനക്ക് ജോലി തരാം, നിൻ്റെ വിസ എനിക്കൊരു പ്രശ്നമല്ല, നിനക്ക് ഞാൻ ജോലി തരാം, പക്ഷേ 1 വർഷം ഞാൻ നോക്കും, 1 വർഷം നോക്കിയിട്ട് നിൻ്റെ ആരെങ്കിലും പേരൻസോ ആരെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് തരുമോ, അല്ലെങ്കിൽ നിനക്ക് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യാൻ പറ്റുമോ, അതിന് സാധിക്കില്ല എങ്കിൽ നിനക്ക് ഞാൻ വിസ തരില്ല, 1 വർഷം കൊണ്ട് നിൻ്റെ എല്ലാം ഇവിടെ നിന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പ്രിൻസിപ്പൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, കൊച്ചു ധൈര്യമായിട്ട് പൊക്കോ, എന്നും പോകുമ്പോൾ ഉപ്പ് എടുത്ത് പ്രാർത്ഥിക്കണം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ഉപ്പും കൊണ്ട് നീ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. ഞാനിതെല്ലാം ചെയ്യുമായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നാട്ടിലേക്ക് പോക്കോ, നാട്ടിലേക്ക് ചെന്നിട്ട് നിനക്ക് ഞാൻ ഇവിടുന്ന് നിൻ്റെ വിസ ക്യാൻസലാക്കി നീ നാട്ടിൽ പോക്കോ, നിനക്ക് ഞാൻ നിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള വിസ ഞാൻ നിനക്ക് തരാം, നീ നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ അതും എനിക്കൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് പുതിയ വിസ
കിട്ടണമെങ്കിൽ, എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ പറ്റുന്ന വിസ കിട്ടണമെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വിസ ക്യാൻസൽ ആവണം. കറണ്ട് വിസ ക്യാൻസൽ ആവണമെങ്കിൽ അതിൽ എനിക്കൊരു സ്പോൺസർ ഉണ്ട്. ആ സ്പോൺസർ ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ഏതോ ഒരു കുവൈറ്റി എന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പോൾ ഇയാളെ കണ്ടുപിടിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് ജോലി ശരിയായി, നിങ്ങൾ എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാമോ എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ പലരോട് സഹായം ചോദിച്ചു. എൻ്റെ വിസ എടുത്ത ഏജൻറ്റിനോട് ഞാൻ സഹായം ചോദിച്ചു. ഏജൻറ്റിനോട് സഹായം ചോദിച്ചപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞത്, ഞാൻ അയാളുടെ സ്ഥലത്ത് ചെന്ന് ഞാൻ അയാളുടെ കാല് പിടിച്ച് നിൽക്കണം എന്നൊരു രീതിയിലാണ് അയാൾ എന്നോട് സംസാരിച്ചത്. പിന്നെ ഞാൻ വേറെ പലരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഒന്ന് എങ്ങനെയാലും ഇയാളെ ഒന്ന് കണ്ടുപിടിച്ച് എൻ്റെ വിസ ഒന്ന് ക്യാൻസലാക്കി തരാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞവരൊക്കെ എന്നോട് ഞാൻ അപ്പോൾ മേടിക്കുന്ന സാലറിയേക്കാളും 3-4 ഇരട്ടി പൈസയാണ് എന്നോട് ചോദിക്കുന്നത് ഈ കുവൈറ്റിനെ കണ്ടുപിടിച്ച് എൻ്റെ വിസ ഒന്ന് ക്യാൻസലാക്കി തരാൻ. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നേരെ ചെന്ന് നിന്നിട്ട് എൻ്റെ റൂമിലെ കബോർഡിൻ്റെ അകത്ത് ഞാൻ അമ്മ തന്നുവിട്ട സാധനങ്ങൾ, മാതാവിൻ്റെ രൂപം എല്ലാം വെച്ച് ഞാനൊരു രൂപക്കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മതി, ഇനി ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോകത്തില്ല, എനിക്കിതുകൊണ്ട് തന്നെ മതി, നീ പോയി എൻ്റെ ഈ സിവിൽ ഐഡിയയിൽ ഏത് കുവൈറ്റിയുടെ ആണോ പേരെഴുതിയേക്കുന്നത് നീ പോയി കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ മാതാവിനോട്. അല്ല, ഞാൻ അവിടുന്ന് കരയുവോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു പ്രാർത്ഥനയും ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ കബോർഡ് തുറന്നിട്ട് മാതാവിനോട് പറഞ്ഞു, നീ ചെല്ല്, ഈ കുവൈറ്റ് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടെ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടന് ഞാനും കൂടെ വണ്ടിയെ കയറിയപ്പോൾ ഞാൻ കാശ് രൂപ എടുത്ത് കൈ പിടിച്ചു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചില്ല, എനിക്ക് തരണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എനിക്കറിയാം മാതാവ് എനിക്ക് അവിടെ ഒരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. മാതാവ് ആ വീട്ടിൽ നിൽപ്പുണ്ട്. ആ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചെടുത്ത് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ഞാനത് പോയി എടുത്താൽ മതി എന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അങ്ങനെ അവിടെ ഉള്ളവർക്കറിയാം, അങ്ങനെ ഒരുപാട് കുവൈറ്റികളൊക്കെ താമസിക്കുന്നിടത്ത് പോയി നമുക്കൊരു കുവൈറ്റ് ഏതാണെന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അതൊക്കെ അവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും, നമ്മൾ പിന്നെ ജയിലിലായിരിക്കും. ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു, നീ ഒരിക്കലും അയാളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെയുള്ള ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ ഈ മുംബൈയിലൊക്കെ പോകുമ്പോൾ കലികളെന്നൊക്കെ പറയുന്നു, അതുപോലെ ഇടുങ്ങിയ 100 വീടുകൾ, ഈ 100 വീടുകൾ 150 വീടിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആകെ അറിയാവുന്നത് ഒരു പേര് മാത്രമേ ഉള്ളൂ. ഈ 150 വീടിനകത്ത് ഏതാ ഈ വ്യക്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ചേട്ടാ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്തു, ഏതാണ്ട് ഇടുങ്ങിയ വഴിക്കൂടെയൊക്കെ അങ്ങോട്ട് ഇടത്തേക്ക് പോയി, വലത്തേക്ക് പോയി, നേരെ പോയി, എങ്ങോട്ടോ ചെന്ന് നിന്ന് ഒരു വീടിൻ്റെ ഫ്രണ്ട് കണ്ടു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ മതി, ഇത്രയും പോയത് മതി, നമുക്ക് ഇറങ്ങി ആ വീട്ടിൽ പോയി അഡ്രസ്സ് ഏതാതെ ഈ കാർഡ് കൊടുത്തിട്ട് ഈ പേരുള്ള ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുവൈറ്റിയുടെ അടുത്ത് ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, വഴിയിൽ നിൽക്കുന്ന ഒരു ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുവൈറ്റ് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അയാളോട് ഇറങ്ങി ചോദിക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കുന്നതും വലിയ തെറ്റാണ്. അയാൾ ഏതെങ്കിലും പോലീസിനെ റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലായി, ജയിലിലായി. എങ്കിലും ഞാൻ എൻ്റെ ഇടത് കയ്യിൽ മാതാവിനെ മുറുക്കെ പിടിച്ചിട്ട് ഞാൻ അയാളോട് എൻ്റെ കാർഡ് കൊടുത്തിട്ട് ചോദിച്ചു, ഇയാളെ അറിയുമോ എന്ന് ചോദിച്ചു. അന്നേരം അയാൾ എന്നോട് പറഞ്ഞു, ഇത് അയാളുടെ വീടെന്ന്. എനിക്കിപ്പോഴും അറിയില്ല അതെന്ത് അത്ഭുതമായിരുന്നു എന്ന്. ഞാൻ ഇടത്തേക്കും വലത്തേക്കും പോയി നേരെ പോയി നിന്നത് എൻ്റെ കാർഡിനകത്തുള്ള ആളുടെ വീട്ടിൽ. അപ്പോൾ എൻ്റെ നിന്ന് കാർഡ് മേടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ടീച്ചറായിട്ട് തന്നെ ജോലി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എനിക്കിനി നിങ്ങളുടെ വിസയുടെ ആവശ്യമില്ല. അയാളോട് ഞാൻ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു, എനിക്കിനി ആവശ്യമില്ല, നിങ്ങൾ എനിക്കൊന്ന് ക്യാൻസലാക്കി തരാമോ എന്ന് ചോദിച്ചു. ഉടനെ അയാൾ എന്നോട് പറഞ്ഞു, നിൻ്റെ വിസയും പാസ്പോർട്ടും ഇവിടെ തന്നിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയവും തോന്നിയില്ല, കാരണം ഞാൻ അത്രയും ഇത് മാതാവ് തന്നതാണ്. ഞാൻ ഉടനെ എൻ്റെ വിസയും പാസ്പോർട്ടും ഞാൻ അയാളുടെ കൈ കൊടുത്തിട്ട് പോയി. നേരം വെളുത്ത് കുവൈറ്റിലെ ഓഫീസ് തുറന്ന് ആദ്യത്തെ എൻ്റെ പേപ്പർ അയാൾ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു മാസത്തെ എക്സ്റ്റൻഷൻ അടിച്ചു തന്നിട്ട് അയാൾ എന്നെ ഫോൺ വിളിച്ചു. ഒരിക്കലും കുവൈറ്റ് അങ്ങനെ ചെയ്യില്ല. എന്നെ ഫോൺ വിളിച്ചു, എൻ്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ആ സോന, നിനക്ക് വേണ്ടി ഞാൻ 1 മാസത്തെ എക്സ്റ്റൻഷൻ അടിച്ചിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും കുവൈറ്റിൽ തീർക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് തീർത്തിട്ട് 1 മാസത്തിനുള്ളിൽ കയറിപ്പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ സ്കൂളിൽ ചെന്ന് പറഞ്ഞു, അതിൽ സ്കൂളിൽ എന്നോട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് കയറിപ്പോക്കോളാൻ പറഞ്ഞു. ഞാൻ നാട്ടിൽ ഇവിടെ വന്നു കയറി. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നതാണ്, എനിക്ക് വിസ വന്നു, എൻ്റെ പ്രോപ്പർ വിസ എനിക്ക് അപ്രൂവ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പം തന്നെ ഞാൻ പ്രിൻ്റ് ഔട്ടും എടുത്ത് മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ധൈര്യമില്ല. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്തൊന്ന് പൊക്കി കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതാ എൻ്റെ വിസ എന്ന് ഞാൻ പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ വിസ മാറുവാണെങ്കിൽ എൻ്റെ പുതിയ വിസയുമായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വരാമെന്നല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പൊക്കി കാണിച്ചിട്ടുണ്ട്, ഇതാ എൻ്റെ വിസ, ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു വിട്ടായിരുന്നു, ഇവിടെ ഒരു സമയ ഘടികാരത്തിൻ്റെ മാതാവുണ്ട്, അവിടെ പോയി
പോയി നീ ഒരു സമയം വെച്ചിട്ട് നീ എന്ത് ചോദിച്ചാലും നിനക്ക് കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ അവിടെ പോയി മാതാവിനോട് പറഞ്ഞു. അന്ന് ഞാൻ ഓഗസ്റ്റിലാണ് വന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അടുത്ത ഓഗസ്റ്റ്, അതായത് ഈ ഓഗസ്റ്റ്, അപ്പോൾ അമ്മ ഇങ്ങനെ നമുക്കൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അന്നേരം അടുത്ത ഓഗസ്റ്റിൽ ഞാൻ നിൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഞാൻ പുതിയ വീട്ടിൽ നിന്നായിരിക്കണം വരുന്നതെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അതുപോലെ തന്നെ ജൂലൈയുടെ അവസാനമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞത് ഓഗസ്റ്റ് ഞങ്ങൾ ആ വീട്ടിലായിരിക്കണം എന്നാണ് മാതാവിനോട് പറഞ്ഞിട്ട് പോയി. ജൂലൈ അവസാനമായി. പക്ഷേ ഞങ്ങൾക്ക് കയറി താമസത്തിലേക്ക് ഞങ്ങളൊന്നും, വീടൊക്കെ ശരിയായി, കയറി താമസത്തിലേക്ക് മാറിയില്ല. പക്ഷേ ജൂലൈ തീരുന്ന ആ സമയമായപ്പോഴത്തേക്ക് ഓടിപ്പിടച്ച് ഞങ്ങൾക്ക് കയറി താമസം വെക്കേണ്ട ഒരു സാഹചര്യം മാതാവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതായത് ഓഗസ്റ്റ് 1 മുമ്പ്, ഞാൻ മാതാവിന് വെച്ച സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ പുതിയ വീട്ടിലായി. ഇനി അതുപോലെ തന്നെ അനിയത്തിയുടെ സാക്ഷ്യമുണ്ട്. പക്ഷെ അവൾ ഇത് വരാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് സാക്ഷ്യം നമ്മൾ പറയുന്നില്ല. എന്നാലും എല്ലാവിധ അനുഗ്രഹം, മാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന പത്രം എല്ലാവർക്കും കൊടുക്കുമ്പോൾ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. ഞാൻ ജീവകാരുണ്യ പ്രവൃത്തികൾ ഞാൻ രോഗികളെ സന്ദർശിക്കാറുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് തൊഴിലില്ല. മക്കൾ തരുന്ന വരുമാനത്തിൽ നിന്നാണെങ്കിലും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ അവർക്ക് പണമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ പാലിയേറ്റീവുകാരുടെ കൂടെ പോകാറുണ്ട്. രോഗികളെ കാണാനും അവരോട് സംസാരിക്കാനൊക്കെ ഞാൻ പാലിയേറ്റീവുകാരുടെ കൂടെ പോകാറുണ്ട്. വസ്ത്രങ്ങളില്ലാത്തവർക്ക്, എന്നോട് പറയുന്നവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിലും വാങ്ങിച്ച്, ഒത്തിരി പഴയതല്ലാത്ത നല്ല നല്ല വസ്ത്രങ്ങൾ ഞാൻ മിക്കവർക്കും തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മുൻപൊക്കെ നേരത്തെയൊക്കെ ആണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപൊക്കെ പലതവണ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ മുടക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് സന്ധ്യാപ്രാർത്ഥനകളൊന്നും മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാ ദിവസവും ഇത്തിരി താമസിച്ചാൽ പോലും എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാതെ ഒരിക്കലും ഞാൻ ഇരിക്കാറില്ല. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കായി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പ്രേം സിംഗ് ചോപ്ര. ഇത് എൻ്റെ വൈഫ് രമ ചോപ്ര. ഞാൻ എക്സ് BS NSCയുടെ കമാൻഡോ ആണ്, ബ്ലാക്ക് ഹാറ്റ് കമാൻഡോ. ഞാൻ വരുന്നത് വാടാനപ്പള്ളി തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ BSF ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഡൽഹി പോലീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടായി. പരിശുദ്ധ അമ്മേനെ ഞങ്ങൾ സ്വപ്നം കണ്ടു. ആ അമ്മ എനിക്കൊരു സ്വർണ്ണക്കുരിശി തന്നു. അപ്പോൾ അമ്മേരെ രൂപം എന്തായിരുന്നു എന്ന് വെച്ചാൽ പിങ്ക് സാരി ഉടുത്തിട്ടായിരുന്നു. അത് എൻ്റെ മിസ്സിന് വചനം പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഈ പുണ്യഭൂമിയിൽ, ഈ ഹരിതമാം ഭൂമിയിൽ ഇത് ജീവിക്കുന്ന ദൈവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതും അങ്ങനെ ഞങ്ങൾ ഈ അമ്മേനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഇവിടേക്ക് വരാനായിട്ട് 2 പ്രാവശ്യം ഞങ്ങൾ റിസർവേഷൻ ചെയ്തു. പക്ഷേ കോവിഡ് കാരണം വരാൻ പറ്റിയില്ല. പിന്നെ 22 ഒക്ടോബർ 20 ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ കമാൻഡോയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ 2 കാലുമുട്ടുകളും ഇത് ക്വാർട്ടേജ് പോയി ഇതായിട്ട് കമാൻഡോ ആക്ഷനിൽ. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതൊരു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു ഞങ്ങൾക്ക്. ഈ പുണ്യഭൂമിയിൽ വന്ന് ഇത് കാല് കുത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കുളിരായിരുന്നു. അതും ഒരു തണുത്ത ഒക്ടോബർ മാസമല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്കൊരു കട്ടൻ കാപ്പിയൊക്കെ കിട്ടി. 4 മണിക്കാണ് ഞങ്ങൾ രാവിലെ വന്നത്. അപ്പോൾ വന്ന വഴിക്ക് ഇവിടുത്തെ ഗാർഡ് ചോദിച്ചു. അപ്പോൾ ഹിന്ദുക്കൾക്ക് അന്നൊന്നും ഇത് ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ ചോദിച്ചു ഉടമ്പടി എടുക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ തുള്ളിച്ചാടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചത് ഉടമ്പടി വെച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ഉടമ്പടിയിൽ സാധിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ BSF ഒരു 66 ഓഫീസേഴ്സ് കൂടിയിട്ട് ഡൽഹി പോലീസിൻ്റെ ശമ്പളത്തിന് വേണ്ടി അപ്പം ഞാനായിരുന്നു മെയിൻ പെറ്റീഷണർ. അത് ഇവിടെ ഉടമ്പടി വെച്ചു. ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛനെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങൾ ജയിച്ചു. സുപ്രീം കോടതിയിൽ നിന്നും ആ കേസ് ഞങ്ങൾക്ക് ജയിച്ചു വന്നു. പിന്നെ ജവമാല റാലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. അതിന് 2023-24 ഞങ്ങൾക്കത് പങ്കെടുക്കാൻ സാധിച്ചു.
അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഞങ്ങൾക്ക് വീട് ഇവിടെ തന്നെ ഒരു വീട് ഞങ്ങൾ അമ്മ അവിടെ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഞങ്ങളൊരു വീടുണ്ടായിരുന്നു, ഒരു ചെറിയ വീട്. അത് വീട് വിറ്റ ആ പൈസയ്ക്ക് തന്നെ ഇവിടെ കേരളത്തിൽ വാടാനപ്പള്ളിയിൽ ഞങ്ങൾക്ക് ഒരു 50 സെൻറ്റും ഒരു 3 BHK വീടും അതേ പൈസയ്ക്ക് തന്നെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ റിസർവേഷൻ ആവില്ലായിരുന്നു. അത് ഒരു 6 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസർവേഷൻ ആയുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ആവാണ്ടായപ്പോൾ നിന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് തന്നെ ഞങ്ങളൊരു 17 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പള്ളിയിൽ വെച്ചപ്പോൾ അത് ഉടനെ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതുപോലെ വഴിപ്പറമ്പും ഇത് കിട്ടാണ്ടിരിക്കുകയായിരുന്നു, അത് കേസ് നടക്കുകയായിരുന്നു. അവർ 2 ചേട്ടനനിയന്മാർ തമ്മിലുള്ള ഒരു ഇത് കാരണം ഇങ്ങനെ നടക്കില്ല, തീരാത്തൊരു കേസായിരുന്നു. അതും ഞങ്ങൾ അവിടെ ഉടമ്പടി ഇത് ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അമ്മയുടെ ഇത് കാശ് രൂപം കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കേസ് എവിടെ പോയിന്നറിയില്ല, പെട്ടെന്ന് ഞങ്ങളുടെ രജിസ്ട്രിയും നടന്നു, കേസും പോയി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഡൽഹിയിൽ വീട് വിൽക്കാൻ പറ്റിയത്. അപ്പോൾ അത് വീട് വിൽക്കാൻ പറ്റി. അതുപോലെ ഞങ്ങൾക്കൊരു തോടുണ്ടായിരുന്നു, ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് ഒരു തോട്. അപ്പോൾ ആ തോട് തൂർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് വരെ വന്ന് എതിർത്തു. അത് ഞങ്ങൾ ഒപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി അത് തൂർക്കാൻ ഞങ്ങൾക്ക് പറ്റി, ഞങ്ങൾക്കത് പറമ്പാക്കി മാറ്റി. അതുപോലെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ വിസ്താര ഫ്ലൈറ്റിൽ വരുമ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഒരു ട്രക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ജൂലൈ 30-നായിരുന്നു. അപ്പോൾ അതിലും 4 ദിവസം മുമ്പാണ്. അപ്പോൾ ഇത് അവിടെ ഫ്ലഡായിരുന്നല്ലോ, എല്ലായിടത്തും മഴയും ഫ്ലഡൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാ ഞങ്ങളുടെ സാധനങ്ങൾ എത്തിയെന്ന് അറിയില്ല. അപ്പോൾ കുറേ തുണി സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലോത്തിങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ 75 കിലോ ഒരുപാട് ഇതായിരുന്നു. പിന്നെ 4 ബാഗ് ഉണ്ടായിരുന്നു, 4 ബാഗിലും നിറയെ തുണികളായിരുന്നു. അപ്പോൾ വലിയ 2 ബാഗ് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് നോക്കിയപ്പോൾ 75 കിലോ ആയിരുന്നു. അപ്പോൾ 30 കിലോ അല്ലേ ഞങ്ങൾക്ക് ഓതറൈസുള്ളൂ, ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റല്ലേ. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം പരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങളൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, ഏതോ ഒരു മോൾക്ക് USA നിന്ന് വരാനായിട്ട് ഇങ്ങനെ അമ്മ സഹായിച്ചത്. ഞങ്ങൾ അമ്മേനെ മുറുക്കെ പിടിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ 2 വെയിറ്റ് വെച്ചപ്പോൾ 2 ബാഗും വെച്ച് കഴിഞ്ഞപ്പോൾ 75 കിലോ അതിൽ കാണിച്ചു. അത് ഓരോന്നായിട്ട് പിന്നെ കുറയാൻ തുടങ്ങി. 31 കിലോയിൽ വന്ന് നിന്നു. 31 കിലോയിൽ അതൊരു ഭയങ്കര അതിശയമായി. അപ്പോൾ അയാളാണെങ്കിൽ ഞങ്ങൾ നോക്കുക, ഇവിടേക്ക് നോക്കും, എന്നിട്ട് ഞങ്ങളുടെ ID 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തലകൊണ്ട് കാണിച്ചു ഇങ്ങനെ പൊക്കോന്ന്. ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടു, കാരണം ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെയും ഇത് വെയിറ്റ്. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. എൻ്റെ പേര് രമ. ഞാൻ പരിശുദ്ധമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന് കോടാൻകോടി നന്ദി. പ്രേക്ഷിത പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് പ്രാവശ്യം ഭക്ഷണം കൊണ്ടുപോയി, പാക്ക് ലഞ്ച് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ തുണികൾ വാങ്ങിച്ചു കൊടുക്കും. തണുപ്പ് സമയത്ത് അവർക്ക് കമ്പിളിയും ഷോളും സ്വെറ്ററെല്ലാം വാങ്ങിച്ച് കൊടുക്കും. പിന്നെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ക്യാൻസർ വാർഡിൽ പോയിട്ട് അവർക്ക് പൈസ കൊടുക്കും, ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കും, അവരോട് ശുശ്രൂഷിക്കുക, അവരോട് സംസാരിക്കും, അവരോട് സ്നേഹത്തിൽ സംസാരിക്കുക എല്ലാം ചെയ്യും. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങളിപ്പോൾ വീട്ടിൽ 10 പേർക്ക് എല്ലാ മാസവും ഞങ്ങൾ വീട്ടിലെ എല്ലാ സാധനങ്ങളും, അടുക്കള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. റേഷൻ സാധനങ്ങൾ എല്ലാവർക്കും 10 പേർക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇന്നും ഞാനിവിടെ വരുമ്പോൾ 10 പേര് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. പൈസ കൊടുക്കും. ഡയാലിസിസിന് ചെയ്യാൻ അവർക്ക് ഞങ്ങൾ പൈസ കൊടുക്കും. ഇന്നും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പൈസ. ഞങ്ങളെ കൊണ്ടായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. എന്നും യേശുപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരോടും പറയുന്നു, ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് പറയും. ഈ കൃമിയായ ഞങ്ങളെ ഈ ഇത്രയും വലിയ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ ഉയർത്തിയ അമ്മയ്ക്കും തിരുക്കുമാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ ഈ അന്ധകാര മനസ്സിൽ പ്രകാശം പകർന്നു തന്നത് ബൈബിളാണ്. ബൈബിൾ ഞങ്ങളെന്നും വായിക്കും. ഞാൻ പറയുന്നത് ബൈബിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹിസ്റ്ററിയാണ്, അതായത് വേൾഡ് ഹിസ്റ്ററി. അത് പണ്ടത്തെ മനുഷ്യന്മാരെങ്ങനെ ജീവിച്ചിരുന്ന ആ ജീവിത രീതികളെല്ലാം മനസ്സിലാക്കുന്ന ഒരിതാണ്. ഞാൻ പറയുന്നത് എല്ലാവരും 6 മാസം തന്നെ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ അവരിലൊരു ജീവിത ചൈതന്യം വരും. അതായത് രശ്മികൾ
അത് പ്രകാശത്തിൻ്റെ രശ്മികൾ അവരിലേക്ക് ഇറങ്ങി വരും. ആ അന്ധകാര ശക്തി മാറിപ്പോവും. ഞാൻ ആദ്യം ഒരു നിരീശ്വരവാദിയായിരുന്നു. A.T. കോവൂരിൻ്റെയൊക്കെ ഇത് ഇടമറകിൻ്റെയൊക്കെ ഇതാണ് വായിച്ചിട്ട് ദൈവമില്ല പറഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ SFI കയറിയിട്ട് ബോർഡറിൽ ഈ JNK ജമ്മു കാശ്മീർ ബോർഡറിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവമുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ മുരിങ്ങൂർ പോയിട്ട് 5 ദിവസത്തെ ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ചെന്ന് കണ്ടത് പനക്കലച്ഛനാണ്. അപ്പോൾ പനക്കലച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, അത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു അറിവ് കിട്ടുന്നത് തന്നെ. അതുപോലെ അച്ഛൻ പറഞ്ഞു, നിൻ്റെ സഹനങ്ങൾ കുരിശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, കുരിശ് മരണത്തിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ മുമ്പിൽ നമുക്ക് എന്തുകൊണ്ട്? ഒന്നുമില്ലല്ലോ. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇടുങ്ങിയ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ വേണം. ഞങ്ങൾക്ക് ഇനിയൊരു തിരിച്ചു വരവില്ല. ഹബക്കൂക്ക് 3:17 പറയുന്നത് മാതിരി, അതായത് ആട്ടിൻപറ്റങ്ങളില്ലെങ്കിലും ഇത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇനി തിരിച്ചു പോവില്ല. ഞങ്ങൾ ജീവിക്കുന്നത് ഇനി ഉടമ്പടി ജീവിതത്തിൽ മാത്രം ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.